ിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം ഇറങ്ങി വരുവാൻ, ഞങ്ങളോടൊപ്പം നടപ്പാൻ, ഞങ്ങളോടൊപ്പം സംസാരിപ്പാൻ, ഞങ്ങൾക്ക് വേണ്ടുന്ന വഴി കാണിച്ചു തരുവാൻ കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് പകലിൽ എത്ര പേര് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും? വചനം ഇങ്ങനെ പറയുന്നു, കർത്താവേ, നീ തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്നു. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായ ദൈവമാകുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന കാര്യം, ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മുന്നമേ അറിഞ്ഞൊരു കർത്താവ്, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല. കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും നടക്കത്തില്ല. ഇന്ന് പകലിൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? യേശു അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും നടക്കത്തില്ല. ദൈവത്തിൻ്റെ സന്ദർഭം, ദൈവത്തിൻ്റെ സാഹചര്യം, കർത്താവ് ഒരുക്കുന്ന വഴികൾ, ഇതല്ലാതെ എൻ്റെ ജീവിതത്തിലൊന്നും നടക്കത്തില്ല. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കൊന്നിച്ച് ചേർന്ന് പാടാം. മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്ന് അരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടുകയില്ല. ആമേൻ. മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. ചേർന്ന് പാടാം. മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും. ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചെയ്യും ഞാൻ. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചെയ്യും ഞാൻ. ഏകനായി മരു യാത്രയതിൽ ദാഹമേറ്റു വലഞ്ഞിടുമ്പോ, ഏകനായി മരു യാത്രയതിൽ ദാഹമേറ്റു വലഞ്ഞിടുമ്പോ, ജീവന്റെ നീർത്തരും ആ ക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തുമവൻ. ചേർന്നൊന്ന് പറയാം. ജീവന്റെ നീർത്തരും ആ ക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തും അവൻ. എത്രയാനന്ദമേ ജീവിതം,
ശത്രു ബന്ധിച്ചു മുദ്ര വച്ച എല്ലാ വഴികളും എൻ്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വച്ച സ്വർഗ കവാടം തുറക്കുമെനിക്കാൻ സൈന്യം വരും നിശ്ചയം. സ്വർഗ കവാടം തുറക്കുമെനിക്കാൻ സൈന്യം വരും നിശ്ചയം. ചേർന്ന് പാടാം. ഹായത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. ഹായത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല. പാവനിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാൾ, പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാൾ, പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. നമ്മൾ പാടിയതുപോലെ എല്ലാ വഴികളും ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാൽ സ്വർഗ കവാട കർത്താവ് എനിക്ക് വേണ്ടി തുറക്കും. സൈന്യം വരും നിശ്ചയമായിട്ട്. ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ വാതിൽ അടയുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവം എനിക്ക് വേണ്ടി പുതിയൊരു വാതിൽ തുറക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വാക്കുകൾ കൊണ്ട് പലതിനും മുദ്ര വെച്ച് അടച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഇങ്ങനെ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി പുതിയ വാതിൽ തുറക്കും. ലോകപ്രസിദ്ധനായ സുവിശേഷൻ റെയ്നാഡ് ബോങ്കെ, ദൈവം അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ നൈജീരിയയിൽ പോയി സുവിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞു. നൈജീരിയയിൽ പോയി സുവിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിൻ്റെ വിസയുടെ കാര്യങ്ങൾക്കെല്ലാം നടന്നു, ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിച്ചു. പക്ഷെങ്കിൽ നൈജീരിയൻ പ്രസിഡന്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിനക്കിവിടെ സുവിശേഷം പറയാൻ പറ്റത്തില്ല, നിനക്ക് ഇങ്ങോട്ടുള്ള വിസ ഞങ്ങൾ തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വിഷമമായി. കാരണം ദൈവമാണ് പറഞ്ഞത് എങ്ങോട്ട് പോകണമെന്ന്, നൈജീരിയയിലേക്ക് പോകണം, അവിടെ സുവിശേഷം അറിയിക്കണം ദൈവം പറഞ്ഞു. അപ്പോൾ ദൈവത്തിനോട് ഒത്തിരി കാര്യങ്ങൾ തിരിച്ചു ചോദിച്ചു, നീ തന്നെയാണോ എന്നോട് ഇത് പറഞ്ഞത്, അതോ വെറുതെ ഒരു ശബ്ദമാണ് ഞാൻ കേട്ടത്? അങ്ങനെ കുറേ വർഷങ്ങൾ, കാരണം ഒരുപാട് വർഷങ്ങൾ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്, നീ നൈജീരിയയിൽ പോകണം, അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. അതിൻ്റെ മെയിൻ ആളാണ്, പ്രസിഡൻ്റാണ് പറഞ്ഞത് നിനക്കിനി അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത രാജ്യമായ സിംബാബ്വെ എന്ന പ്രസിഡന്റ് വിളിച്ചിട്ട് പറയുകയാണ്, സിംബാബ്വെ എന്ന രാജ്യത്തിൽ നിന്ന് പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഞങ്ങളുടെ രാജ്യത്തിൽ വന്ന് സുവിശേഷം അറിയിക്കണം, നീ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കേണ്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ രാജ്യം വളരെ പട്ടിണിയിലൂടെ മുമ്പോട്ട് പോവുകയാണ്, വളരെ പട്ടിണിയാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് അവിടേക്ക് വിസ ലഭിച്ച് അദ്ദേഹം എങ്ങോട്ട് പോവാണ്, സിംബാബ്വെയിൽ പോയി സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിച്ചപ്പോൾ അവിടെ നടന്നൊരു കാര്യം എന്തെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ഭാര്യയും ആ രാജ്യക്കാരും കർത്താവിനെ അറിയുവാനിടയായി. ഒരുപാട് വ്യക്തികൾ കർത്താവിനെ അറിയുവാനും ഒത്തിരി പേര് രക്ഷിക്കപ്പെടുവാനിടയായി. അങ്ങനെ ഈ സിംബാബ്വെ പ്രസിഡന്റ് ഈ റെയ്നാഡ് ബോങ്കയോട് ചോദിച്ചു, അങ്ങേക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒത്തിരി ഗിഫ്റ്റുകൾ ക്രമീകരിച്ച് അദ്ദേഹത്തിന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് നൈജീരിയയിലോട്ടൊരു വിസ എടുത്ത് തരണം, കാരണം എനിക്ക് അവിടെ പോയി സുവിശേഷം അറിയിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ അത്രയുള്ള കാര്യം, കാരണം നൈജീരിയൻ പ്രസിഡൻറ്റും സിംബാബ്വെ പ്രസിഡൻറ്റും ഭയങ്കര ഫ്രണ്ട്സാണ്. ഓക്കെ, ഞാനിപ്പം തന്നെ വിളിച്ച് പറയാം. അങ്ങനെ നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സുവിശേഷം അറിയിക്കാൻ വേണ്ടി നൈജീരിയയിലേക്ക് പോവുകയാണ്. കാരണം ദൈവം പറഞ്ഞത് 8 വർഷങ്ങൾക്ക് മുൻപായിരുന്നു, നീ നൈജീരിയയിലോട്ട് പോകണം, സുവിശേഷം അറിയിക്കണം. പക്ഷേ നമുക്കൊരു കാര്യം പറയാം, നമ്മളിപ്പോൾ പാടിയതുപോലെ നമ്മളുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കണം. എല്ലാ വഴികളും ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാൽ ഓർത്തോണം, ദൈവം എനിക്ക് വേണ്ടി പുതുവഴി തുറക്കും.
ഒരിക്കൽ കൂടെ ഒന്ന് പാടുമോ? എല്ലാ വഴികളും എൻ്റെ മുൻപിൽ ശത്രുബന്ധിച്ചു മുദ്ര വച്ച സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. എല്ലാ വഴികളും ചേർന്ന് പാടാം. എല്ലാ വഴികളും ശത്രുബന്ധിച്ചു മുദ്ര വച്ച എല്ലാ വഴികളും എൻ്റെ മുൻപിൽ ശത്രുബന്ധിച്ചു മുദ്ര വച്ച സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും. ഹായത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. ഹായത്രയാനന്ദം ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാളുകൾ, പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാൾ, പാടുവൻ ജീവിത നാൾ, ഓ നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. ഇന്ന് പകലിൽ നമ്മൾ ചേർന്ന് പാടിയതുപോലെ ഒരു പ്രഖ്യാപനം ചെയ്യുകയാണ്. എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവത്തിൻ്റെ നന്മകൾ ഒത്തിരി അനുഭവിച്ചറിഞ്ഞിട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒത്തിരി ജീവിതത്തിൽ നേടിയെടുത്തിട്ടും ഇന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നും പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ലഭിക്കാത്തത് കൊണ്ട് പലപ്പോഴും നന്ദിയില്ലാത്തവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മൗനമായിരിക്കാറുണ്ട്. കാരണം നമ്മൾ പുറമോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായ ദൈവം നടത്തിയേക്കുന്നത്. ദൈവത്തിന് എത്ര നന്ദി കരയറ്റിയാലും കർത്താവിൻ്റെ സന്നിധിയിൽ മതിയാകത്തില്ല. നമ്മൾ പാടിയതുപോലെ പല വഴികളും അടഞ്ഞപ്പോൾ സ്വർഗ കവാടം എനിക്ക് വേണ്ടി തുറന്ന് തൻ്റെ സൈന്യത്തെ അയച്ച് ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവം മറുപടി തന്നിട്ടുണ്ടെങ്കിൽ ഇതിലപ്പുറമായി കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, യേശു മാത്രം ഏക രക്ഷിതാവ്. യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുക. ഇന്നു പകലിലും യേശുവിൽ വിശ്വസിക്കുക. നിന്റെ വിഷയം യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ അതിനെ ദൈവം ഉപയോഗിക്കും. ദൈവം അതിന് മറുപടി തരും. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ കണ്ടു മറികടക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ഒരുപാട് ദൈവങ്ങളിൽ ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ഏക സത്യ ദൈവം അത് യേശു മാത്രമാണ്. യേശുവിനോട് പ്രാർത്ഥിച്ചാലേ നിന്റെ പ്രാർത്ഥനകൾക്ക് വിഷയങ്ങൾക്ക് മറുപടി തരത്തുള്ളൂ. യേശുവിനോട് യാചിച്ചാലേ നീ രക്ഷപ്പെടത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നോ എന്നെന്നും കൂടുള്ളോ നിൻ സ്നേഹം ആഘാതമേ. എന്നെ നടത്തുന്നോ
നടത്തുന്നോൻ എന്നെന്നും കൂടുള്ളോൻ നിൻ സ്നേഹം ആഘാതമേ. ഇന്ന് പകലിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് വൻ തുമ്പ നേരത്തിലും എന്നെ പിരിയാത്ത ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഏത് മേഖലകളിലും എന്നെ കൈവിടാത്ത ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഒരു പക്ഷേ നമ്മൾ പ്രയറിനൊക്കെ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരും അവരോടൊപ്പം അന്ന് അങ്ങോട്ട് വന്നിരുന്നു, അങ്ങനെ ഒന്നിച്ചിരിക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഒരു വേദനകൾ വരുമ്പോൾ, ഒരു നിരാശകൾ വരുമ്പോൾ, ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ വരുമ്പോൾ ഈ കൂടെ ഇരിക്കുന്നവരാരും കാണത്തില്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഏത് സാഹചര്യത്തിലും എൻ്റെ കൂടെ നിൽപ്പാൻ എൻ്റെ യേശു മാത്രമേ എൻ്റെ കൂടെ കാണത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പാടാം. വൻ തുമ്പ നേരത്തിലും എന്നെ പിരിയുകയില്ല. ഇതിനർത്ഥം വൻ തുമ്പങ്ങൾ ജീവിതത്തിൽ കടന്നു വരും, അതിൻ്റെ നടുവിലും എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല. നമുക്കൊന്നിച്ച് ചേർന്ന് പാടാം. ഞാനിന്നു കുമ്പിടുന്നു നിൻ തിരുസന്നിധിയിൽ. കർത്താവിനോടൊന്ന് പറയാം. ഞാനിന്നു കുമ്പിടുന്നു എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടും. ആ കരങ്ങളെ ഉയർത്തി ചേർന്ന് പാടാം. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാ യേശുവേ. ചേർന്ന് പാടാം. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാ യേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാ. വൻ പാപഭാരം, വൻ പാപഭാരമെല്ലാം നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. ചേർന്ന് പാടാം. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ, ഉന്നതനാ യേശുവേ. യേശു രാജാവിന്, യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാ. വൻതുമ്പ നേരത്തിൽ, വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകയില്ല, എന്നെ പിരിയുകില്ല.
സ്നേഹമാകാതമേ എന്നെ നടത്തുന്നോ, എന്നെ നടത്തുന്നോരെന്നും കൂടുള്ളോ നിൻ സ്നേഹമാകാതമേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാ യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാ യേശുവേ. നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. ചേർന്ന് പാടാം. നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി, നന്ദി നന്ദി നന്ദിയുള്ള ഹൃദയത്തോടെ. ഓ പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി, നന്ദി നന്ദി. ചേർന്ന് വിളിക്കാം പരിശുദ്ധനെ, പരിശുദ്ധനെ, ഉന്നതനെ, ആരാധ്യനെ, ആരാധ്യനെ. ചേർന്ന് വിളിക്കാം പരിശുദ്ധനെ, പരിശുദ്ധനെ, ഉന്നതനെ, ഉന്നതനെ, ആരാധ്യനെ, ആരാധ്യനെ. യേശുവേ ആരാധ്യനെ. എന്തെന്തു ഭാരം ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എന്തെന്തു ഭാരം ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ. നമ്മളിപ്പോൾ പാടി, എന്തെന്തു ഭാരങ്ങൾ ജീവിതം വന്നാലും നിന്നെ പിരിയുകയില്ല. എത്ര പേർക്ക് അത് തീരുമാനം എടുക്കാൻ പറ്റും? ഒത്തിരി വിഷയങ്ങൾ ദൈവത്തിൻ്റെ തന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഉറപ്പാണ് ദൈവത്തിൽ വിശ്വസിച്ചാൽ അതിന് വിടുതലുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പാടിയ പാട്ടിൻ്റെ വരികൾ വെറുതെ പാടി പോകാനല്ല. പലപ്പോഴും നന്മകൾ ലഭിച്ചിട്ടും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും വിടുതൽ ലഭിച്ചിട്ടും അത് നേടിയെടുത്തതിന് ശേഷം ഈ ദൈവത്തിനെ വേണ്ട, മറ്റൊന്നിനെ വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പാടിയതുപോലെ എന്തെന്ത് ഭാരങ്ങൾ ജീവിതം വന്നാലും നിന്നെ പിരികിൽ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തൊന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ ഇന്ന് പകലിൽ ആ ഒരു തീരുമാനം എടുക്കാൻ. കാരണം എൻ്റെ ജീവിതത്തിൽ എത്ര നന്മകൾ വന്നാലും ദൈവം എനിക്ക് വിടുതൽ തരുമ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പുറകിൽ ഇതിനെ ഇട്ടേച്ച് പോകാനല്ല, അതിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കും, ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കും, ഞാൻ എൻ്റെ ദൈവദാസനെ സ്നേഹിക്കും എന്നുള്ളൊരു തീരുമാനം. അല്ലാതെ വിടുതൽ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവത്തിനെ വേണ്ട, സഭയെ വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നതിനെ അല്ല ദൈവത്തിന് ആവശ്യം. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. എന്തെന്ത് ഭാരം ജീവിതം വന്നാലും കർത്താവെ ഞാൻ അങ്ങനെ വിടത്തില്ല. അങ്ങനെയെങ്കിൽ ആ തീരുമാനത്തോടത്തവർക്ക് പാടാൻ പറ്റും. നിങ്ങളുടെ വിഷയത്തിന് ദൈവം മറുപടി തരും. പക്ഷെ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ തീരുമാനത്തോടെ പാടുമോ? എന്തെന്തു ഭാരങ്ങൾ നിന്നെ പിരിയുകില്ല.
എൻ ജീവൻ നിന്നിൽ, എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ. എൻ ജീവൻ നിന്നിൽ, എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയം. ചേർന്ന് വിളിക്കാം രക്ഷകനെ, രക്ഷക യേശുനാഥ, യേശുനാഥ. ആരാധ്യനേ, ആരാധ്യനേ, ആരാധ്യനേ. രക്ഷകനേ, ഓ രക്ഷകനേ, യേശുനാഥ. ആരാധ്യനേ, ആരാധ്യനേ, ആരാധ്യനേ. നല്ലവനേ, നല്ലവനേ, വല്ലഭനേ, വല്ലഭനേ. ആരാധ്യനേ, ആരാധ്യനേ, പരിശുദ്ധനേ, പരിശുദ്ധനേ, ഉന്നതനേ, ആരാധ്യനേ, ആരാധ്യനേ. അവസാനം രക്ഷകനേ, ഓ രക്ഷകൻ യേശുനാഥ, യേശുനാഥ. ആരാധ്യനേ, ആരാധ്യനേ, ആരാധ്യനേ. രക്ഷകനേ, ചേർന്ന് വിളിക്കാം രക്ഷകൻ, ഓ രക്ഷകനേ, യേശുനാഥ, യേശുനാഥ. ഓ ആരാധ്യനേ, ആരാധ്യനേ. ഇത് പ്രാർത്ഥനയോടെ എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ പറ്റും? കർത്താവേ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ചെയ്യുമ്പോൾ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ നന്മകൾ തരുമ്പോൾ, അത് അനുഭവിച്ചതിന് ശേഷം നന്ദിയില്ലാത്തവരായി പോകാനല്ല, നന്ദിയില്ലാത്തവരായി പോകാനല്ല. അത് ദൈവത്തിനോടാണേലും മനുഷ്യനോടാണേലും നന്ദിയില്ലാത്തവരായി ഇവിടുന്ന് പോകാനല്ല, നന്ദിയുള്ളവരായി എൻ്റെ ആയുഷ്കാലം മുഴുവനും കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുമെന്ന് എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ പറ്റും? ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു. താതൻ തിരുക്കാരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു. താതൻ തിരുക്കാരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു. ചേർന്ന് പാടാം. സർവനന്മകൾക്കും സർവനന്മകൾക്കും സർവദാ ഉറവിടമായെൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായെൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചി
അനുദിനമെന്നെ എന്നെ പാരാനേ പരിശുദ്ധാത്മാവാ നിറയ്ക്കാം. അനുദിനമെന്നെ എന്മേൽ പാരാനേ. നിന്റെ വേലയെ സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ യേശുവേ. കർത്താവിനോടൊന്ന് പറയാം, അങ്ങേ ഞാൻ സ്തുതിച്ചിടും, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ. ഒരു നിമിഷം എല്ലാവർക്കും സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. ഹല്ലേലൂയ. സ്തുതിച്ചിടുന്നു ദിനവും പരനേ. ഒരിക്കൽ കൂടെ ഒന്ന് പാടും. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ഇന്ന് പകലിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമുക്കുള്ളിൽ വേദന ഇല്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നാൽ ഒരാശ്വാസം കിട്ടും, ഒരു തണുപ്പ് കിട്ടും. വലിയ പ്രശ്നത്തിൻ്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ കർത്താവ് സ്തുതികളിൽ മേൽ വസിക്കുന്ന കർത്താവാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ വേദനകളുടെ പുറത്തും എൻ്റെ പ്രശ്നത്തിൻ്റെ മുഖത്തും എൻ്റെ തീച്ചൂളയുടെ മുഖത്തും ഞാൻ ഇവിടുന്ന് സ്തുതി കരയറ്റുമ്പോൾ എൻ്റെ പ്രശ്നത്തിൻ്റെ മുകളിലായി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വാഴുകയാണ്. നമ്മൾ പറഞ്ഞു, സ്തുതികളിൽ മേൽ വസിക്കുന്ന കർത്താവ്. ഒരു നിമിഷം വായികളെ തുറന്ന കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നോട്ടെ, അതിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. അതിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഏത് സാഹചര്യത്തിലും ഏത് മേഖലകളിലും കർത്താവിനെ ഉയർത്തുവാൻ സന്തോഷത്തോടെ അല്പസമയം കരങ്ങളെ ചേർത്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ. ഓ യേശുനാഥാ, നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ഉറപ്പോടൊന്ന് പറയാമോ? യേശുനാഥാ, നീ എൻ ബലമായതാ, ഞാനൊട്ടും
ഭയപ്പെടില്ല. കരങ്ങൾ ഉയർത്തി ആരാധന, 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 ശക്തിയോടെ ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന. വായികളെ തുറന്ന് എത്രത്തോളം ശക്തി ഉപയോഗിച്ച് ഓ ആരാധന, യേശുവിന് ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. അങ്ങനെയൊക്കെ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ സന്തോഷത്തോടെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും, മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി. ചേർന്ന് പാടാം ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. എന്റെ ബലഹീന നേരങ്ങളിൽ, എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. അവൻ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്. ചേർന്ന് പാടാം ആരാധന അങ്ങേക്ക്, യേശുവിന് ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു. ചെറുപാടം ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ഓ ഓ ആരാധന അങ്ങേക്ക്, യേശുവിന് ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന. സന്തോഷത്തോടെ ചേർന്ന് പാടാം ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്നിൽ ജീവനുള്ള, എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം സ്തുതിച്ചു പാടിയിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങ് സ്തുതിച്ചു പാടിയിടുമേ. നാദാ നീ ചെയ്ത നന്മകളെ എന്നാലും സ്തുതിച്ചിടും. ചേർന്ന് പാടാം, ഓ നാദാ നീ ചെയ്ത നന്മകളെ എന്നാലും. സന്തോഷത്തോടെ ചേർന്ന് പാടാം ആരാധന, ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. ചേർന്ന് പാടാം ആരാധന,
അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നും ചേർന്ന് പാടാം. ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്, യേശുവിന് ആരാധന, ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, യേശുവിന് ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. കൊടുങ്കാറ്റടിച്ചു അലയുയരും വൻ സാഗരത്തിനലകളിന്മേ, കൊടുങ്കാറ്റടിച്ചു അലയുയരും വൻ സാഗരത്തിനലകളിന്മേ. വരും ജീവിതത്തിൽ അടകിലവൻ തരും ശാന്തി തന്റെ വചനങ്ങളാൽ. വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്റെ വചനങ്ങളാൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ താൻ. പോകും നിങ്ങൾ മറുകരയിൽ എൻ മോദമായി അരുളിയവൻ. പോകും നിങ്ങൾ മറുകരയിൽ എന്നു മോദമായി അരുളിയവൻ. മറന്നിടുമോ തൻ ശിക്ഷഗണത്തെ, സ്വന്ത ജനനിയും മറന്നിടിലും. മറന്നിടുമോ തൻ ശിക്ഷഗണത്തെ, സ്വന്ത ജനനിയും മറന്നിടിലും. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ താൻ. ഹല്ലേലൂയ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ. ചേർന്ന് പാടാം. ആഹാ ഇമ്പം 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 ഇനി, ഓ എൻ ജീവിതത്തിൻ നൗകയിൽ. ആഹാ ഇമ്പം, ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ താൻ. വെറും വാക്കുകൊണ്ടു സകലത്തെയും നറും ശോഭയേകി മെനഞ്ഞവൻ താൻ. വെറും വാക്കുകൊണ്ടു സകലത്തെയും ശോഭയേകി മെനഞ്ഞവൻ താൻ. ചൂടുചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു, തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു. ചൂടുചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു, തിരുദേഹമായി നമ്മെ. ഹല്ലേലൂയ. ആഹാ ഇമ്പം 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 ഇനി, ഓ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനി. ചേർന്ന് പറയാം. എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ താൻ. ഓ ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ താൻ. ആഹാ ഓ ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ താൻ. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഓ റബലബല ശബ്ദരാധികരബല റിഖലബലബലബല ശബ്ദരേ ഇമ്പമേ, എൻ ജീവിതത്തിൻ. ഓ ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ താൻ. ആഹാ ഇമ്പം 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 ഇനി, ഓ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ. യേശുവേ ആഹാ ഇമ്പം 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 ഇനി, യേശുവിന്റെ നാമ
നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഓ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൽകാൻ വന്ന നാൾ മുതൽ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ റബന ബല ബല ശബ്ദരാധികന ബല റിവന ബല ബല ശബ്ദരേ. ഓ റബന ബല ശബ്ദരാധികന ബല റിവന ബല 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 ശബ്ദരേ. ഓ റിവന ബല 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 ശബ്ദരാധികന ബല റിവന ബല 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 ശബ്ദരേ. ഹല്ലേലൂയ. ഓ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പോകൂ നിങ്ങൾ മറുകരയിൽ എന്നു മോദമാ അരുളിയവൻ. പോകൂ നിങ്ങൾ മറുകരയിൽ എന്നു മോദമാ അരുളിയവൻ. മറന്നിടുമോദൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനിയും മറന്നിടിലും. മറന്നിടുമോദൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനിയും മറന്നിടിലും. പോകൂ നിങ്ങൾ മറുകരയിൽ എന്നരുളിയ കർത്താവ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം നിങ്ങളെ മറന്നുപോയെന്ന്? ദൈവം ഒരിക്കലും മറക്കത്തില്ല. ഇറങ്ങാൻ പറഞ്ഞവൻ മുൻപോട്ട് നടത്തുവാൻ കർത്താവ് സർവശക്തനാണ്. ജീവിതമാകുന്ന സാഗരത്തിൽ ഹല്ലേലൂയ ഒരുപാട് പടകുകൾ യാത്ര തിരിക്കുന്നുള്ളൂ. പക്ഷെങ്കിൽ കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ എല്ലാ പടകിനും നേരെ ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷെ യേശു ഉള്ള പടക് മുങ്ങുവാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. കാവൽ വേണം. പരിശുദ്ധാത്മാവിന്റെ കൂടെ വേണം. കൂടെ വേണം. പരിശുദ്ധാത്മാവേ ചേർന്നൊന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ എൻ്റെ കൂടെ വേണം. കൂടെ വേണം. പരിശുദ്ധാത്മാവേ എൻ്റെ വേദനകൾ പറയുവാനും എൻ്റെ കൂടെ ഇരിക്കുവാനും എൻ്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനും എൻ്റെ കുറവുകൾ മനസ്സിലാക്കി എന്നെ ചേർത്ത് നിർത്തുവാനും മറ്റുള്ളവരെ അകറ്റി നിർത്തുമ്പോൾ എന്നെ മാറോട് ചേർക്കുവാനും എനിക്ക് സംസാരിക്കുവാനും എനിക്ക് അല്പസമയം ഒന്ന് കരയുവാനും എനിക്ക് സന്തോഷിക്കുവാനും മനസ്സ് തുറന്നൊന്ന് ചിരിക്കുവാനും പരിശുദ്ധാത്മാവേ അവിടുത്തെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. ഇന്ന് എത്ര പേരത് പ്രാർത്ഥിക്കുന്നുണ്ട്? ആ വരികൾ ഒന്ന് ചേർന്ന് പാടുമോ? പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. കാവൽ വേണം. എൻ്റെ കൂടെ വേണം. കൂടെ വേണം. പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും. എന്നിൽ വസിക്കും നല്ല ആത്മാവേ എന്നെ നടത്തും ദൈവാത്മാവേ. എന്നിൽ വസിക്കും നല്ല ആത്മാവേ എന്നെ നടത്തും ദൈവാത്മാ. എന്നോട് മിണ്ടും. എന്നോട് മിണ്ടും. എൻ കൂടെ ഇരിക്കും. എന്നോട് മിണ്ടും.
ഒരിക്കൽ കൂടെ ഒന്ന് പറയാം, എന്നോട് മിണ്ടും. നിങ്ങളോട് ഇപ്പോൾ മിണ്ടുന്നുണ്ട്. എൻ കൂടെ എന്നോട് മിണ്ടും. എന്നോട് ചേർന്നൊന്ന് വിളിക്കാം, നല്ല സഖിയേ, നല്ല സഖിയേ, നല്ല തൂണ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നല്ല സഖിയെ ചേർന്ന് വിളിക്കാം. നല്ല നല്ല പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവേ, കാവൽ വേണം, കാവൽ വേണം. പരിശുദ്ധാത്മാവേ, കൂടെ വേണം, കൂടെ വേണം. പരിശുദ്ധാത്മാവേ, 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 കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൂടെ വേണം, കൂടെ വേണം. പരിശുദ്ധാത്മാവേ, വഴിയിതാണെന്നും പറയും, വഴുതിടാതെന്നെ താങ്ങും. വഴിയിതാണെന്ന് പറയും, വഴുതിടാതെന്നെ താങ്ങും. ചേർന്ന് വിളിക്കാം, നല്ല സഖിയേ, നല്ല പരിശുദ്ധാത്മാവേ, നല്ല സഖിയേ, നല്ല സഖിയേ, നല്ല തുണയേ, ഒരിക്കൽ കൂടെ വിളിക്കാമോ, നല്ല സഖിയേ, ഹല്ലേലൂയ, നല്ല സഖിയേ, നല്ല എന്റെ തുണയേ, ഓ പരിശുദ്ധ. ഒരിക്കൽ കൂടെ ഉറക്കെ വിളിക്കാം, നല്ല സഖിയേ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ ഇന്ന് മകനിലും നിങ്ങളുടെ സമീപത്ത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. നീ പോകേണ്ടുന്ന വഴി അവൻ നിനക്ക് കാണിച്ചു തരും. നിന്റെ വേദനകൾ നിന്റെ കൂടെ ഇരിക്കും. ചേർന്ന് വിളിക്കാം, ഓ നല്ല സഖിയേ, നല്ല പരിശുദ്ധാത്മാവേ, വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണും, എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടെൻ സ്നേഹ സഖിയ. ഈ ലോക സഖി, ഈ ലോക സഖികളെല്ലാരും മാറിപ്പോ. ചേർന്നൊന്ന് വിളിക്കാമോ, എൻ രക്ഷക, എൻ ദൈവമേ, എൻ
ഒന്ന് വിളിച്ചു പറയുമോ? എന്റെ യേശു മാത്രം മതി എനിക്ക് ഏതു നേരത്തും. ഓ എൻ യേശു മതി. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു തീരുമാനം, കർത്താവേ, വിടുതൽ ലഭിച്ചിട്ട്, അനുഗ്രഹം ലഭിച്ചിട്ട്, സ്വസ്ഥമായതിനു ശേഷം ദൈവത്തെ വിട്ടു പോകാനല്ല, സഭയെ വിട്ടു പോകാനല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലും, ഏത് മേഖലകളിലും, ഏത് സന്ദർഭത്തിലും ആരെയും നോക്കാതെ, ആരെയും മനസ്സിലാക്കാതെ, ആരുടെ പുറകെ പോകാതെ, ഒന്ന് കിട്ടിയതിന് ശേഷം മറ്റൊന്നിന്റെ പുറകെ ഓടിപ്പോകാതെ, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ സേവിച്ച് ഓരോ ദിവസം മുമ്പോട്ട് പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് വേണം കർത്താവേ. നിന്റെ സന്നിധി എപ്പോഴും ഞങ്ങൾക്ക് ആനന്ദമാണ്. അവിടുത്തെ പാദപീഠം ഞങ്ങൾക്ക് എപ്പോഴും ആനന്ദമാണ്. അവിടുത്തെ സാഹചര്യം, അവിടുത്തെ ഹല്ലേലൂയ സന്നിധിയിൽ ഞങ്ങൾ എൻ്റെ വേദനകൾ പകരുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു.